ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയൊരു വാഹനമായിട്ടാണ്. മഹീന്ദ്രയുടെ 3XO. ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം 9 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. AX, MX എന്നുള്ള 2 വേരിയൻസിലാണ് വരുന്നത്. പിന്നെ 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു 1.2 ലിറ്ററിൻ്റെ 2 പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്, ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. പിന്നെ 6 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോ ഷിഫ്റ്റ് വേറെ വരുന്നുണ്ട്. അങ്ങനെ 3 ഗിയർ ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു വാഹനം വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവർക്കും മോട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മഹീന്ദ്രയുടെ XUV 3XO. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ മഹീന്ദ്രയുടെ ആ ഒരു ലോഗോ കാണാം. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു അലുമിനിയം ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് എലമെൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഡയമണ്ട് കട്ട് പോലെ ഒരു ഒരു എഫക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്സ് വരുന്നത്. ആക്ച്വലി ഇതൊരു LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ്. LED DRL വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു MX3 പ്രോയിൽ വരുന്നത്. പിന്നെ ഇൻഫിനിറ്റി ആക്ച്വലി ഈ MX3 പ്രോയിൽ വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഐറ്റംസ് എന്താ വെച്ചാൽ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ്. അതുപോലെ LED DRL വിത്ത് ഫ്രണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതായത് ഈ കാണുന്ന ആ ഒരു ഭാഗം. പിന്നെ ഇൻഫിനിറ്റി LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. വെക്ടർ സ്റ്റൈലിൻ്റെ വീലും വരുന്നുണ്ട്. ഇതാണ് നമുക്ക് MX3 പോലെ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളത്. ചെറിയൊരു എയർ ഡാം ഇവിടെ കാണാം. അതിനിവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിൽ താഴെ. അതിനിവിടെ സെൻസേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഭാഗം ആക്ച്വലി നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ഫോഗ് ലാംപ്സ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നത്. ഇതിന് നല്ലൊരു ബൾജിങ് ലൈൻസൊക്കെ ഉള്ളൊരു ബോണറ്റാണ് ഫ്രണ്ടിലുള്ളത്. അതിനിവിടെ താഴെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ ഫിനിഷിൽ ചെറിയൊരു എലമെൻറ്റും അതിലവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു വീല് വരുന്നത്. 205/65 16 ഇഞ്ച് വീലാണ് വരുന്നത്. ഇതൊരു സ്റ്റീൽ വീലാണ്. പിന്നെ AX5 വരുമ്പോൾ നമുക്കത് അലോയ് വീൽസായി വരുന്നുണ്ട്. അത് 17 ഇഞ്ചായിട്ടാണ് വരുന്നത്. ഇതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റാണ് ഈ ഒരു ഇതിന് കൊടുത്തിട്ടുള്ളത്. എയറോഡൈനാമിക്സ് ഒക്കെ കൂടുതൽ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വീലൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെയാണ്. നമ്മുടെ സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ മാക്പേഴ്സൺ സ്ട്രട്ട് ഈ റോൾ ബാർ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു എലമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ചെറിയൊരു കട്ടിങ് നമുക്ക് ഒരു വീൽ ആർച്ചിൽ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. ആൻഡ് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, നമുക്ക് ഈ 4 വീലും ഡിസ്ക് ബ്രേക്സ് ആണ്. അത് ബേസ് വേരിയൻ്റ് തൊട്ട് ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ORVM ഉള്ളത്, അത് മിറേഴ്സ് ഉള്ളതൊക്കെ ബേസ് ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിറർ നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പ്ലസ് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് എലമെൻറ്റോട് കൂടി ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോർ പാനൽസും അത് തന്നെയാണ്. ചെറിയൊരു കീ വെക്കാനൊരിതും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ചെറിയ ഡിസൈൻ എലമെൻറ്റ് കുറച്ച് മാറി ഒരു ചെറിയ ബൾജ് ലുക്കോട് വരുന്നുള്ളത്. ഇനി ഇവിടെ നമ്മുടെ AX5 നമുക്ക് റൂഫ് റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ഡിസൈൻ എലമെൻറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് റിയറിൽ വരുന്നത്. റിയറിലും 205/65 16 ഇഞ്ച് വീൽ തന്നെയാണ് വരുന്നത്. എന്നാൽ റിയറിൽ വരുന്നത് ഒരു ട്വിസ്റ്റ് ബീം സസ്പെൻഷനാണ്. കോയിൽ സ്പ്രിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി റിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഈ ഒരു ലൈറ്റ്സ് ഉണ്ടല്ലോ, ഇത് ഒരു കണക്റ്റഡ് LED ആണ്. അത് നമുക്ക് MX3 പ്രോയിൽ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അത് AX-ലും വരുന്നുണ്ട്. ഒരു മിഡ് വേരിയൻ്റാണ് നമ്മുടെ ഈ ഒരു MX3 പ്രോ. ഒരു LED DRLs ആണ് വന്നിട്ടുള്ളത്. അത് 2 ഹാലജൻ റിവേഴ്സും ബ്രേക്ക് ലാമ്പും നമുക്ക് ഹാലജനാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ താഴെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബ്രഷ്ഡ് അലുമിനിയം പോലെ ഒരു ചെറിയൊരു അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ആഷ് കളറിൽ. ഞാനിവിടെ നമുക്ക് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളുണ്ട്. ഞാനിവിടെ 2 ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ 2 സെൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മഹീന്ദ്രയുടെ ആ ലോഗോ ഉണ്ട്, XUV 3XO എന്നൊരു ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയാണ്
അതിൻ്റെ ചെറിയൊരു ബട്ടൺ ഉള്ളത്. യെസ്, അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് താഴെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. 364 ലിറ്റേഴ്സാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി കമ്പനി ക്ലെയിം ചെയ്യുന്നത്. താഴെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അതന്നെ പറയാനുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പുതിയ XUV 3XOയുടെ ഒരു ചെറിയ ഒരു ഡീറ്റെയിലിംഗ് ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ത്യയിലേക്കൊന്ന് കയറി നോക്കാം. നമുക്ക് റിയറിൽ കയറി നോക്കാം ആദ്യം. ഇവിടെ ചെറിയൊരു സ്പീക്കേഴ്സ് ഉണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണുള്ളത്. അതൊന്നും പറിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറിക്കുന്നില്ല. ചെറിയ ഒരു അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ഉള്ള സ്പേസ് അവിടെ ഉണ്ട്. ഇവിടെയും ചെറിയ സ്പേസ്. സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാബ്രിക് സീറ്റ്സാണ് വന്നിട്ടുള്ളത്. കയറിയിരുന്നാൽ ഒരു എനിക്കെന്തായാലും ചെറുതായിട്ടൊരു ടൈറ്റ് ഫീലിംഗ് ഇവിടെ തോന്നുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ ഓക്കെ, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ഫീലിംഗ് ഇവിടെ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ എത്രയും ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ടണൽ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലോ ആയിട്ടാണ് നമുക്ക് സീറ്റ്സ് എന്ന് തോന്നാം. ഇതിൽ നമുക്ക് 2 ഹെഡ്രസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് 3 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംറെസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ്സ് എല്ലാം ഓക്കെയാണ്. ഇത്രത്തോളം ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബൾജിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ സൺറൂഫാണ് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ബൾജിങ് ഉള്ളതുപോലെ നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബൾജിങ് പോലെ അത് തോന്നാം. ലൈറ്റ്സും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. ഇനി ഇവിടെ AC വെൻസ് ഉണ്ട്. റിയർ AC വെൻസ് ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടൈപ്പ് C സ്ലോട്ട്, ഒരു 12 വോട്ടിൻ്റെ സോക്കറ്റ്, ഇതെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് ബേസ് മോഡൽ തൊട്ട്. ഇവിടെ നമുക്ക് SRS എയർ ബാഗ് കാണാം. അതും അതായത് 6 എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. അതും ബേസ് വേരിയൻറ്റ് തൊട്ട് അവൈലബിൾ ആണ്. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ. ഇനി എന്തായാലും നമുക്ക് ഫ്രണ്ടിലൊന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു റിഫ്ലക്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടിപ്പോൾ ഇവിടെ ഒന്നും ഇവിടെ കൊടുക്കാം. ഇവിടെയും അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഇവിടെ കാണാം. ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഫാബ്രിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോപ്പിലെല്ലാം നമുക്കത് നല്ല സോഫ്റ്റ് ടച്ചുള്ള ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോർ ഹാൻഡ്സ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. വിൻഡോ ലോക്ക് ചെയ്യാനുള്ളത്, അൺലോക്ക് ചെയ്യാനുള്ളതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇത് നിങ്ങൾ കണ്ടോ, ഓട്ടോ ഡൗൺ ആണ്. അതൊരു ഈ ഒരു വേരിയൻറ്റിൽ നമുക്കത് അവൈലബിൾ ആണ്, ഓട്ടോ ഡൗൺ. ഇതാണ് നമ്മളെ ഫ്രണ്ടിലെ ആ ഒരു സീറ്റ്സ്. ഇവിടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. ESPയുടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രൈറ്റ്നസ് കുറക്കാനുള്ളതാണ് നമ്മുടെ മിറേഴ്സ് ഹെഡ്ലൈറ്റ്സിൻ്റെ. ഇവിടെയാണ് AC വെൻസ് ഉള്ളത്. അതും ഇത് ക്ലോസ് ചെയ്യാനുള്ളത്, ഇത് ഓപ്പൺ ആക്കാനുള്ളതാണ്. ആ ഒരു ചെറിയൊരു ടെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവലാണ് നമ്മുടെ ഈ ഒരു വാഹനം. ഇവിടെയാണ് നമ്മുടെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. സീറ്റ് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നതാണ് നമ്മുടെ ഫ്യൂൽ ഗേജിൻ്റെ ഇതുള്ളത്. ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 42 ലിറ്റേഴ്സാണ്. അത് നേരത്തെ പറയാൻ മറന്നതാണ്. അപ്പോൾ 42 ലിറ്റേഴ്സാണ് നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കീ. ജസ്റ്റ് ഒന്ന് ഇതാണ് നമുക്ക് നമ്മുടെ ഇത് വരുന്നത്. സൗണ്ട് പോട്ടെ. അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ AC വെൻസ് കാര്യങ്ങൾ കാണാം. ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് ഇവിടെ എല്ലാം കാണാം. ഇനി ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഇതാണ്. അത് നമ്മളെ മാനുവൽ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 6.03 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ആണ്. അതായത് 10.25 ഇഞ്ചാണ് നമുക്കിതിൽ വരുന്നത്. ഇതിൽ മീഡിയ എല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ഫ്യൂവൽ ഇൻഫോ, റേഡിയോ, സൗണ്ട്, ഓണസ് മാനുവൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. ഫോയിൽ ഇൻഫോ, ഡിസ്റ്റൻസ് ലിമിറ്റ്, എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണാം.
ഇനി ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൺട്രോളിംഗ് ആണ്. ഇനി ഇതാണ് നമ്മുടെ സൗണ്ട് കൺട്രോൾ ചെയ്യുന്നതും ഓഫ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അതിന് ഇവിടെ 2 AC വെൻസ് കൂടെ നമുക്കിവിടെ കാണാം. അതിൻ്റെ കൺട്രോളിങ്ങും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ല കൂളിംഗ് ഉണ്ട്. ഇതെന്താണെന്ന് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പറയുമ്പോൾ പറയാം. ടെമ്പറേച്ചർ നമുക്കിവിടെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. യെസ്, ഫുള്ളാണ് കൊടുത്തിട്ടുള്ളത്. തൽക്കാലം ഓഫ് ചെയ്യുക. അതിന് എന്താ ഇവിടെ ഡിഫോഗറിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് മാക്സിമം ഇത് കംപ്ലീറ്റ് AC-യുടെ കൺട്രോളിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു USB ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു വയർലെസ് ചാർജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണുള്ളത്. ആൻഡ് 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഹാൻഡ് ബ്രേക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കിവിടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതെല്ലാം ഉണ്ട്. വോയിസ് കമാൻഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അതിന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും ഒരു ചെറിയ 2 ഡിജിറ്റൽ പ്ലസ് ചെറിയൊരു TFT ആണ് ഉള്ളത്. അതിനിത് RPM ഗേജ് ആണ്. അതിനിവിടെ നമ്മുടെ സ്പീഡോമീറ്റേഴ്സ് ഉണ്ട്. അതിനിവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു TFT വരുന്നുണ്ട്. കംഫോർട്ടാണ് മോഡ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് ഓഡോമീറ്റർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇത് ഇങ്ങോട്ട് പോയി ഉണ്ടല്ലോ ട്രിപ്പ്. ഈ ഒരു ട്രിപ്പ് നിൽക്കുമ്പോഴാണ് ഇത് മാറുന്നുണ്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ എയർ ബാഗിൻ്റേതാണ് കൺട്രോളിംഗ് ഉള്ളത്. ഒരു ചെറിയൊരു ഡമ്മി അവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ, കംഫർട്ട്, അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് അവിടെയാണ്. ഇത്രയൊക്കെ ഡീറ്റെയിൽസാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല തിരക്കില്ലാത്ത നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണുന്നുണ്ട്. ആൻഡ് നമ്മുടെ മിറേഴ്സ് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു പനോറമിക് സൺറൂഫാണ്. പനോറമിക് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാനുവലി ക്ലോസ് ചെയ്യണം. ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു ഇവിടെ നോക്കാൻ ഇവിടെ അത് മിറേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. തിരക്കല്ലാത്ത ചെറിയൊരു സൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇതിന് നമ്മൾ ഇങ്ങനെ വേണം ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും. എന്നാൽ നമുക്ക് ഹയർ വേരിയൻറ്റിൽ നമുക്ക് നമ്മുടെ ഇത് അവൈലബിൾ ആണ്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ എൻജിൻ ബേ ഒന്ന് പോയി കാണാം. നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഇത് പൊക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് വേണം. നല്ല വെയിറ്റ് ഇവിടെ അതറിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ MX3യുടെ ഒരു എൻജിൻ ബേ. ആക്ച്വലി ഇതൊരു പെട്രോൾ മോഡലാണ്. പെട്രോൾ തന്നെ നമുക്ക് 2 മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എൻജിൻ വരുന്നത്. ആ ഒരു എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് 109 HP ആണ് പവർ വരുന്നത്. അത് 200 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടർബോ ചാർജർ ഇൻ്റർകൂൾഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അതായത് TGDA എൻജിൻ വരുന്നുണ്ട് പെട്രോൾ തന്നെ. അത് 129 ഹോഴ്സ് പവറാണ് വരുന്നത്. 230 Nm ടോർക്കും വരുന്നുണ്ട്. ഇനി മറ്റൊന്ന് വരുന്നത് നമ്മുടെ ഡീസലാണ്. ടർബോ ഡീസൽ വിത്ത് CRDA വരുന്നത്. അത് 1.5 ലിറ്ററാണ്. അതും ഏകദേശം 113 ലെവലിൽ HP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 300 Nm ടോർക്കും വരുന്നുണ്ട്. അത് നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ 6 സ്പീഡ് ഓട്ടോ ഷിഫ്റ്റും വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ പെട്രോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് നോർമൽ ഓട്ടോമാറ്റിക്കുമാണ് വരുന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 3990 മില്ലിമീറ്ററാണ്. അതായത് 4 മീറ്ററിന് താഴെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി വിടുത്ത് നോക്കുകയാണെങ്കിൽ 1821 മില്ലിമീറ്ററാണ്. അതായത് അത്യാവശ്യം നല്ല വീതിയുണ്ട് ഈ ഒരു വാഹനം. അതുപോലെ തന്നെ 1647 ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റും വരുന്നത്. അത് വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2600 mm വീൽ ബേസും ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം 8 സിംഗിൾ കളേഴ്സിലും 8 ഡുവൽ ടോൺ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ
ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണിക്കാം. 8 ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. ആക്ച്വലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എവറസ്റ്റ് വൈറ്റ് എന്നുള്ള ആ ഒരു മോഡലാണ്. ഇനി വേരിയൻസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് 9 വേരിയൻസാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ബേസായിട്ട് വരുന്നത് MX1 ആണ്. പിന്നെ MX2 വരുന്നുണ്ട്, MX2 Pro വരുന്നുണ്ട്, MX3 വരുന്നുണ്ട്, MX3 Proയും വരുന്നുണ്ട്. ഇനി നല്ല ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ AX5 ലക്ഷറി, AX7 ലക്ഷറി അങ്ങനെയാണ് വരുന്നത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് പല ഓപ്ഷൻസിനനുസരിച്ചാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ടോപ്പ് വരുന്നത് നമുക്ക് ലെവൽ 2 ADAS ഫങ്ഷൻസ് വരെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് AX7 വരുന്നത്, AX7 Proയിൽ വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്, 17 ഇഞ്ച് അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്കൈ റൂഫ് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു വലിയ ഒരു പനോറമിക് സൺറൂഫ് പോലെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഹാർമർ കാണിൻ്റെ പ്രീമിയം ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ HD ആണ്, അതായത് 10.25ൻ്റെ രണ്ട് HD ആണ് നമുക്ക് HD സ്ക്രീൻസാണ് വരുന്നത്. ഇൻഫോർടൈൻമെൻറ്റിലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും വരുന്നുള്ളത്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ റൂഫ് റെയിൽസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു XUV 3XOയുടെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് 8,88,000, അതായത് ഓൺ റോഡ് 8,88,000 തൊട്ട് 18,85,000 അടുത്താണ് നമുക്ക് ഏറ്റവും വലിയ വേരിയൻ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് എറ മോട്ടോഴ്സിലാണ്, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പൂക്കോട്ടൂരിൽ എറ മോട്ടോഴ്സിലാണ്. ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, നമ്മുടെ സുഹൃത്ത് ജിത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇനി ബുക്ക് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു മഹീന്ദ്ര XUV 3XO ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു വാഹനമാണ് എന്നുള്ളത് പറയാൻ തീർച്ചയായിട്ടും പറയണം. കാരണം വീൽ ബേസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വിടുത്തുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ ബേസായിട്ട് വരുന്നതാണ് നമ്മുടെ 4 വീൽസും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 6 സ്റ്റാൻഡേർഡ് എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ORVM ഒക്കെ നമുക്ക് അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ ബേസായിട്ട് വരുന്നത് ആ ഒരു വിലക്ക് ഉള്ളതാണ് നമുക്ക് ഈ ഒരു മഹീന്ദ്ര XUV 3XO. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും. So until we meet again, bye bye.